വർഷങ്ങൾക്ക് ശേഷത്തിന് പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് മേക്ക് ഓവർ ആവേണ്ടി വന്നതാ. ഈ ചേട്ടന്റെ ഏതെങ്കിലും സിനിമ വരുമ്പോഴേ അപ്പം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കഥാപാത്രം ഞാൻ ചെയ്തോട്ടെ, അങ്ങനെ ഒരു കോൺവെർസേഷൻ വരും. എന്നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ ചോദിക്കില്ലേ? എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ചേച്ചി എന്ത് വെച്ച് കഴിഞ്ഞാൽ എടാ എനിക്ക് ഒരു സീൻ തരൂ ഞാൻ ചോദിക്കല്ലോ, അങ്ങനെ ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാലും തരില്ല എന്ന് അറിയുന്നോണ്ട് ചോദിക്കില്ല. വിനീതാണ് എന്റെ അടുത്ത് വെക്കണേ, എനിക്ക് ഡേറ്റ് തരുമെന്നുള്ളത്, ഇവന് കൊടുക്കാൻ ഡേറ്റ് ഇല്ല, അതാണ് അവസ്ഥ. അല്ല ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞപ്പോഴും പുള്ളിയാണ് എന്നോട് വന്നിട്ട്, നമ്മള് ആ സമയത്ത് പടം ചെയ്യുന്നുണ്ട്, പുള്ളിനോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച അതിൽ ചെറിയ എന്തെങ്കിലും പരിപാടി ആയിരിക്കുന്നു, പ്രണവാണെന്നാണ് ഞാൻ അന്ന് അറിഞ്ഞത്. അപ്പോഴും ഞാൻ കഥയൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ചെയ്യാനുണ്ടെന്നൊക്കെ, 2 ദിവസം മുന്നെയാണ് അറിയുന്നത് ഇതിൽ ഇത്രയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പത്തെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പിന്നെ അപ്പൊ പുള്ളി ആ ഗ്യാപ്പിൽ ഞാൻ അപ്പൊ എൻ്റെ ഒരു മുടിയൊക്കെ വടിച്ചിട്ട് ഞാൻ മറ്റേ വയസ്സാം കാലത്തെ ഒരു ഗെറ്റപ്പിൽ ചെയ്ത സാധനം, ആ പോർഷൻ എന്നോട് കഥ പറഞ്ഞിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 1-2 അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ മേലാലനി കഥയൊന്നും കേൾക്കണ്ടെന്നൊക്കെ പോയാൽ മതി. അങ്ങനെ ആ ഗ്യാപ്പ്, അപ്പൊ പുള്ളി പറഞ്ഞു ഇനി ഈ ഗ്യാപ്പിൽ ഫസ്റ്റ് സ്കെഡ്യൂൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തു, സെക്കൻഡ് ഹാഫ് പിന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഗ്യാപ്പിൽ ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് വന്നപ്പോൾ ഒരു 6 ദിവസം ഗ്യാപ്പ് കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു നീ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് പറ്റുവാണെങ്കിൽ നീ ഒന്ന് വായിച്ചിട്ട് നീ നിനക്കൊന്ന് പ്രിപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ 6 ദിവസം മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു വക്കീലായിട്ട്. അപ്പോ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പില്ല. അപ്പൊ അത് ചേട്ടൻ അറിഞ്ഞപ്പോ തന്നെ നീ അതിനിടെ പോയി വേറെ പടം അഭിനയിച്ചല്ലടാ തെണ്ടി എന്ന് പറഞ്ഞ് പറയും, പറഞ്ഞു പോകും. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പിൽ വേറൊരു സിനിമ അഭിനയിച്ചിട്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ മുടി വടിച്ചിട്ട്. ഡെഡിക്കേഷൻ അല്ല, അവിടെ പോയി കഴിഞ്ഞത് പഠിക്കണം എന്ന് പറഞ്ഞ് ചെയ്ത് നമ്മള് ഇപ്പൊ അച്ഛൻ ഒരുപാട് കഥകള് എഴുതിയിട്ടുണ്ട്, സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ധ്യാൻ ചേട്ടനും വിനീതേട്ടനും രണ്ടുപേരും നമ്മള് സക്സസ്ഫുള്ളി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന ആളുകളാണല്ലോ. ഇപ്പൊ ഒരു ത്രെഡ് കിട്ടുകയാണെങ്കിൽ അച്ഛൻ ആർക്കാർക്കും പറഞ്ഞു കൊടുക്കാം? അങ്ങനെ പുള്ളി രണ്ടുപേരോടും പറയില്ല. പൊതുവെ പുള്ളി എന്നെ എഴുതി സിനിമയാക്കും. അതുകൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ട് പുള്ളിക്ക് സിനിമയുടെ ഗതികേടൊന്നും പുള്ളിക്ക് വന്നിട്ടില്ല ഇതുവരെ. വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു കഥയുണ്ട് മക്കളെ, ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല.